നമസ്കാരം. കേരള സമ്മിറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തീക്ഷ്ണമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് കേരളം ഇന്ന്. വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ നേരിടുന്നത് വരൾച്ചയാണ്. പ്രതിസന്ധി ചെറുതായിരിക്കില്ല എന്ന് സർക്കാർ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തര സ്വഭാവമുള്ള ഇടപെടലുകളിലേക്ക് കടന്നിരിക്കുകയാണ് ഭരണകൂടം. പ്രളയത്തിന് ശേഷം കേരളം നേരിടുന്നത് താങ്ങാനാവാത്ത വരൾച്ചയാണോ എന്ന് പരിശോധിക്കുകയാണ് ഇന്ന് കേരള സമ്മിറ്റ്. വരണ്ടുണങ്ങുമോ കേരളമെന്ന്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ദിനേശൻ VP CWRDMലെ സയന്റിസ്റ്റാണ്. ഡോക്ടർ ജയകൃഷ്ണൻ T, പൊതുജനാരോഗ്യ വിദഗ്ധൻ. PK ഷറഫുദ്ദീൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹം പെരുവേൽ പഞ്ചായത്തിന്റെ പ്രതിനിധിയാണ്. ലളിത പ്രഭ, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, കോഴിക്കോട് കോർപ്പറേഷൻ. ഷിജീഷ് മാങ്കുനി, പരിസ്ഥിതി പ്രവർത്തകൻ അദ്ദേഹം. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വളരെയധികം ആളുകൾ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ ദിനേശൻ, ഈ നമുക്ക് വലിയൊരു പ്രളയത്തെ കഴിഞ്ഞ് വന്നവരാണ് നമ്മൾ. അപ്പോൾ ഈ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് മുൻപ് പരിചയമില്ലാത്ത വിധം തീക്ഷ്ണമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണല്ലോ നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നം. വരൾച്ച എന്നത് എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. ഇപ്പോഴത്തേത് കൂടുതൽ അപകടകാരിയായ ഒന്നാണെന്ന് നമുക്കൊരു പക്ഷേ പരിചയമില്ലാത്ത വിധം അത് രൂക്ഷമായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ ആണ് പ്രളയം ഉണ്ടാവുന്നതും അതേപോലെ വരൾച്ച ഉണ്ടാവുന്നതും. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷം 2018 നമുക്ക് രൂക്ഷമായ വെള്ളപ്പൊക്കം, പ്രളയം ഉണ്ടായി. ആ സമയത്തുള്ള റെയിൻഫാൾ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് 22 വരെ, നമ്മൾ പറയും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 22 വരെ സൗത്ത് വെസ്റ്റ് മൺസൂണിന് 42% കേരളത്തിൽ എക്സസ് ആയിരുന്നു. അതും 15, 16, 17 തീയതികളിൽ, ഓഗസ്റ്റ് 15, 16, 17 തീയതികളിൽ ആ സമയത്ത് 440 മില്ലിമീറ്ററോളം മഴ ലഭിച്ചു. അതായിരുന്നു കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഉള്ള ഡാറ്റ എടുത്ത് നോക്കുന്ന സമയത്ത് ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ വരെ ഉള്ള സമയത്തുള്ള ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ ആ സമയത്ത് കിട്ടേണ്ട റെയിൻഫാളിൽ 70% നമുക്ക് മഴ ലഭിച്ചില്ല. പിന്നീട് വന്നതാണ് ഒക്ടോബർ, നവംബർ, ഡിസംബർ, നമ്മുടെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയും. ഈ മൺസൂണിൽ ചില ജില്ലകളിൽ ഗണ്യമായ തോതിലുള്ള മഴ കുറവുണ്ടായിട്ടുണ്ട്. അതിൽ ഉദാഹരണത്തിൽ കാസർഗോഡ് ജില്ലയിൽ 38% മഴ ലഭിച്ചിട്ടില്ല. ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിന് നമുക്ക് ധാരാളം ലഭിച്ചു എന്ന് പറയുമ്പോഴും കേരളത്തിലെ ഓൺ ആൻ ആവറേജ് നോക്കുകയാണെങ്കിൽ 23% മാത്രമേ എക്സസ് ഉള്ളൂ. അതായത് ഈ ഋതുക്കളുടെ ഡിസോർഡർ നമുക്ക് വലിയ പ്രശ്നമാണ്. തീർച്ചയായിട്ടും മഴയുടെ ലഭ്യത, അത് ലഭിക്കുന്ന സമയം, അത് ലഭിക്കുന്ന പ്രദേശം, ഇതെല്ലാമാണ് നമ്മുടെ കേരളത്തിലെ വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും. വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് അത് അത്രയും സ്റ്റോറേജ് ഉണ്ടാകുന്ന കരുതുന്നൊക്കെ വെറും മണ്ടത്തരാണ്. അത് സ്റ്റോറേജ്, ഇപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ അക്യുഫർ സിസ്റ്റം, കാരണം ഭൂഗർഭ ജല പരിപോഷണത്തിന് അന്നത്തെ വെള്ളം ധാരാളമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഉപയോഗിച്ച് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഭൂഗർഭ ജല പരിപോഷണം നടക്കില്ല. പിന്നീട് അത് സംഭവിക്കുന്ന മുഴുവനും സർഫസ് വാട്ടറായിട്ട്, ഉപരിതല ജലമായിട്ട് കടലിലേക്ക് ഒഴുകി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ടോപ്പോഗ്രാഫി നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റീപ്പായിട്ടുള്ള ടോപ്പോഗ്രാഫിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വൃഷ്ടിപ്രദേശത്ത് മഴ ലഭിക്കുമ്പോൾ അത് 48 മണിക്കൂർ മുതൽ 72 മണിക്കൂറിൻ്റെ അകത്ത്, ഏകദേശം 2 മുതൽ 3 ദിവസത്തിൻ്റെ അകത്ത് തന്നെ കടലിലേക്ക് ഒഴുകിപ്പോകും, നമ്മൾ കൺസർവ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ധാരാളം റിസർവോയേഴ്സ് ഉണ്ട്. ആ റിസർവോയറിൽ കൺസർവ് ചെയ്യുന്ന വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വെള്ളവും കടലിലേക്ക് ഒഴുകി പോകുന്ന ഒരു സുഖം. നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നു പ്രധാനപ്പെട്ട കാര്യം. ഷിജീഷ്, എല്ലാ തവണയും നമ്മൾ വരൾച്ചയെ നേരിടുന്നു. ഓരോ തവണയും അത് കൂടുതൽ തീക്ഷ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ വലിയ വരൾച്ച നേരിട്ടു, ഇപ്പോൾ അത് കൂടുതൽ രൂക്ഷമാകുന്നു. സർക്കാർ വലിയ മുന്നൊരുക്കമൊക്കെ നടത്തുകയാണ്. ഈ വെള്ളം സൂക്ഷിച്ചു വെക്കുന്നതിൽ നമ്മുടെ ഒരു പദ്ധതിയില്ലായ്മ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ജലം നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുന്നു, അത് അതേപോലെ പ്രളയമായിട്ട് തന്നെ കടലിലേക്ക് അങ്ങ് ഒഴുകിപ്പോകുന്നു. ആരും നമ്മുടെ ജലത്തെ ഭൂമിയിലേക്ക് ഇറക്കുവാനോ അതേപോലെ തന്നെ അതിന് സംഭരിച്ച് വെക്കുവാനോ നമ്മൾ തുനിയുന്നില്ല. ഇപ്പം നമ്മുടെ വീടുകളിൽ നമ്മൾ ഇപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ സമയം കൊണ്ട് ഇത്രമാത്രം ജലം സംഭരിച്ച് വെക്കാൻ നമുക്ക് പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രളയകാലത്ത് നമുക്കറിയാം, ഈ ഒഴുക്കിൽ നിന്ന് ഒരുപാട് മുളകളും അതേപോലെ തന്നെ സൈഡിലുള്ള സസ്യങ്ങളും നഷ്ടപ്പെട്ടത് കൊണ്ട് അത് കംപ്ലീറ്റ് പുഴയുടെ ഒഴുക്കിനത് വളരെയധികം ബാധിച്ചു. നമ്മുടെ എല്ലാം കടലിലേക്ക് അങ്ങ് നീങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. വ്യക്തികളെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വീടുകളെന്ന നിലയ്ക്ക് നമ്മളിതൊക്കെ ചെയ്യുന്നില്ല, നമുക്ക് എല്ലായിടത്തും ടൈൽസ് വാങ്ങണം എന്നുള്ള ആ തരത്തിലുള്ള പ്രവണതയൊക്കെ ഉണ്ട്. ഇപ്പോൾ സർക്കാരിനെ നോക്കൂ, സർക്കാർ ഇപ്പോൾ ഈ പ്രളയകാലത്ത് വലിയ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് ആ സമയത്ത് നടന്ന മുന്നൊരുക്കം നിലയ്ക്ക് ചുരുങ്ങി പോകുന്നുണ്ട്. അതായത് സർക്കാരിന് ഈ കാര്യത്തിൽ വിശാലമായ പോളിസി ഒന്നുമില്ല. അതായത് എങ്ങനെയാണ് വെള്ളം സംഭരിക്കേണ്ടത്, വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിൽ വെള്ളം സംഭരണത്തിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് വേണം എന്നതുപോലെയുള്ള പോളിസി ഇല്ലായ്മ ഒരു പ്രശ്നമാണോ? സമയത്ത് മാത്രമുള്ള മുന്നൊരുക്കങ്ങൾ?
അപ്പോൾ നമുക്കൊരു വെള്ളം കിട്ടാത്ത സമയങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി അല്ലാതെ അതിനെ ആദ്യമായി എങ്ങനെ സംഭരിച്ച് വെക്കാമെന്നുള്ളൊരു മുൻകാല പ്രാബല്യത്തോടു കൂടിയുള്ള പദ്ധതികളൊന്നും നമ്മുടെ സർക്കാർ ചെയ്യുന്നില്ല. ലളിതപ്രഭ നോക്കൂ, ഇത് ഈ ഭരണകൂടങ്ങൾക്കുള്ള ഒരു പ്ലാൻ പ്രശ്നത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ അങ്ങനെയൊന്നും ഇപ്പോഴുണ്ടോ? ഈ പുതിയ കാലത്ത് നിങ്ങളുടെ പദ്ധതികൾ എത്രത്തോളമൊക്കെ ഉണ്ട്? ഈ വരൾച്ചയെ നേരിടാൻ എത്രമാത്രം എക്യുപ്ഡാണ്, സജ്ജമാണ് നിങ്ങൾ ഈ ഓരോ ബോഡീസും? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഇപ്രാവശ്യം കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ജലാശയങ്ങൾ, കിണറുകൾ, കുളങ്ങൾ നവീകരിക്കുക, അതുപോലെ തന്നെ കിണർ റീചാർജിങ്, പ്രത്യേകിച്ചും ഹരിത മിഷൻ്റെ ഭാഗമായി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ 1.5 കോടി രൂപ ഞങ്ങൾ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിന് മാത്രമായിട്ട്. ഏത് കൗൺസിലർ പറഞ്ഞാലും നമുക്ക് ഇക്കാര്യങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പദ്ധതി വിഹിതം നമുക്കുണ്ട്. വർഷം മുഴുവൻ ആ പ്രവർത്തനങ്ങളിലാണ്. അതെ, ഇപ്രാവശ്യവും നമ്മൾ അടുത്ത ബഡ്ജറ്റിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് ആ പദ്ധതിക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ അത് കുറേ കിണറുകളും കുളങ്ങളൊക്കെ നവീകരിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ കിണർ റീചാർജിങ് അതും ഒരു അവയർനെസ്സിൻ്റെയും കൂടെ ഭാഗമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കിണർ റീചാർജിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആൾക്കാരിലേക്ക് മുന്നിട്ട് വരുന്നില്ല എന്നുള്ളൊരു വസ്തുത ഉണ്ട്. എങ്കിൽ പോലും അങ്ങനെ വരുന്നവർക്കൊക്കെ തന്നെ നമുക്ക് ഫണ്ട് നമ്മുടെ സബ്സിഡി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം അവസാന ഘട്ടത്തിലാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന കോർപ്പറേഷൻ ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെ നിർദ്ദേശം തന്നിട്ടുണ്ട്. ഒരു കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 35 ലക്ഷത്തോളം രൂപ ഓൺ ഫണ്ടിൽ നിന്ന് നമുക്ക് ചിലവാക്കാൻ കഴിയും. അപ്പം സർക്കാരിന് അത്തരം പദ്ധതികളുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ ഈ വർഷം മുഴുവൻ ഏതായാലും ഇത്തരം പദ്ധതികളിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു പ്രതിസന്ധിയിലാണല്ലോ വരൾച്ചയുടെ. അതിനെ നേരിടാൻ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ കാര്യം മാത്രം എടുത്താൽ നിങ്ങൾ ആ കാര്യത്തിൽ എന്തുമാത്രം കോൺഫിഡൻ്റ് ആണ്? ഇപ്പോൾ ഇതിനകത്ത് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നമ്മളിപ്പം കുളങ്ങൾ സംരക്ഷിക്കുക, അല്ലെങ്കിൽ കിണർ റീചാർജിങ്, മഴവെള്ള സംഭരണം, ഈ കാര്യങ്ങളിലൊക്കെ കുറേ ദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? വലിയ പ്രതിസന്ധി ഇല്ലാതെ നമുക്ക് ഈ വരൾച്ചക്കാലം കഴിഞ്ഞു പോകാൻ കഴിയും? കുറേയൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ വിചാരിച്ച അത്ര ജനങ്ങളിൽ നിന്ന് നമ്മൾ വിചാരിച്ച അത്ര ഈ പ്രത്യേകിച്ചും റീചാർജിങ്ങിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ സബ്സിഡി പ്രഖ്യാപിച്ചിട്ട് പോലും അത്ര അധികം ആളുകൾ മുന്നോട്ട് വരുന്നില്ല. എങ്കിൽ പോലും കുറേ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ്. നമ്മുടെ കുറേ കിണർ നമ്മളെ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ പൊക്കാവ് കുളം അങ്ങനെയൊക്കെ ചില കുളങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2-3 കുളങ്ങൾ നമ്മൾ ഈ ടൗണിൽ തന്നെ നമ്മൾ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കൗൺസിലർ എവിടെയൊക്കെ വേണമോ അവിടെയൊക്കെ ചെയ്യാൻ മാത്രം ഫണ്ട്, അതാ നേരത്തെ സൂചിപ്പിച്ച 1.5 കോടി രൂപ ഞങ്ങൾ ഈ കാര്യത്തിൽ മാത്രം ആളുകളുടെ സഹകരണമാണ് ഇനി വേണ്ടത്. അത് എവിടെയൊക്കെ വേണമെന്നുള്ളതാണ് കൂടുതൽ. ഡോക്ടർ ജയകൃഷ്ണൻ, ഇപ്പം നോക്കൂ, ഇപ്പം ഏത് ഈ പറയുന്ന പ്രകൃതി ദുരന്തം വന്നാലും അതിൻ്റെ കൂടെ വരുന്ന ഒന്നാണ് പകർച്ചവ്യാധികൾ. പ്രളയം വന്നാലും വരും, അതിപ്പോൾ വലിയ വേനൽ വന്നാലും വരും. സർക്കാർ ഇപ്പോൾ പ്രത്യേക മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ചിക്കൻ ബോക്സ് നാടകം പടരുന്നുണ്ട്, സവിശേഷമായ ശ്രദ്ധ വേണം എന്നൊക്കെ. ആ നിലയ്ക്കും കുടിവെള്ളമൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെങ്കിൽ കൂടി ഈ പകർച്ചവ്യാധി എന്ന നിലയ്ക്ക് മറ്റൊരു സീരിയസ് ആയ പ്രശ്നത്തെ കൂടി നമ്മൾ നേരിടുന്നുണ്ടോ? ഇപ്പോൾ നേരിടുന്നതിൻ്റെ സൂചനകളുണ്ട്. വരൾച്ച കൂടുകയാണെങ്കിൽ നമ്മൾ ഭാവിയിൽ അടുത്ത 2-3 മാസത്തുള്ളിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകാം. ഒന്ന് പ്രധാനമായിട്ട് ജലജന്യ രോഗങ്ങളാണ്. കാരണം ജലത്തിൻ്റെ അവൈലബിലിറ്റി കുറയും. അപ്പോൾ ഉള്ള ജനങ്ങളൊക്കെ മലിനമാവും, രോഗാണുക്കൾ. അപ്പോൾ വയറിളക്ക രോഗങ്ങളുണ്ടാകാം, ടൈഫോയിഡ് ഉണ്ടാകാം, കോളറ ഉണ്ടാകാം, മഞ്ഞപ്പിത്തം ഉണ്ടാകാം. മഞ്ഞപ്പിത്തം ഓൾറെഡി കേരളത്തിലുണ്ട്. അത് കൂടുതലായിട്ട് വേനൽക്കാലത്ത് കൂടി വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഈ പൊടിപടലെങ്കിലും മറ്റുള്ളതുകൊണ്ട് അലർജിയുള്ള അസുഖങ്ങളുണ്ടാകും. ശ്വാസകോശ രോഗങ്ങൾ, അങ്ങോട്ടുള്ള ഇൻഫെക്ഷൻസ് കൂടി വരാം. ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകാം. അതിൽ കണ്ണിലുള്ള ഇൻഫെക്ഷൻസ് കൂടാം. പിന്നെ പറയുന്നത് ഈ സൂര്യാഘാതമാണല്ലോ, സൂര്യാതപം. അത് ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു പക്ഷേ അത്ര പരിചയമില്ലാത്ത ഒന്ന് നമുക്കൊരു വലിയ ഭീതിജനകമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് പലയിടത്തും. ഇപ്പം മൃഗങ്ങളൊക്കെ പലയിടത്തും ചത്തു എന്ന് കേൾക്കുന്നു. നമ്മുടെ ഹ്യൂമൻ ബീയിങ്, മനുഷ്യർ എന്ന് പറയുന്നത് വാം ബ്ലഡഡ് അനിമലാണ്. എന്ന് വെച്ചാൽ ഉഷ്ണരക്ത ജീവികൾ. പുറത്ത് അന്തരീക്ഷത്തെ ഏത് താപനില, തണുപ്പാണോ ചൂടാണെങ്കിലും നമ്മൾ കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശരീരം ശ്രമിക്കും, ബാലൻസിങ് ആയിട്ട്. അത് 98 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ സാധിക്കുമെന്ന് വെച്ചാൽ, പുറത്ത് കൂടുതലായിട്ട് ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ നമ്മുടെ ത്വക്കിലും നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലൊക്കെ ചില സെൻസേഴ്സ് ഉണ്ട്, തെർമോ സെൻസേഴ്സ്. ആ സെൻസേഴ്സ് അത് പിക്കപ്പ് ചെയ്തിട്ട് അതിൻ്റെ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസ് എന്ന കേന്ദ്രത്തിലേക്ക് അതിൻ്റെ വിവരം അറിയിക്കും, ഇത്രയാണ് ടെമ്പറേച്ചർ. അപ്പോൾ ഹൈപ്പോതലാമസ് അവിടെ നിന്ന് കൺട്രോൾ ചെയ്തിട്ട് അത് പുറത്ത് ബാക്കിയുള്ള അവയവങ്ങൾക്ക് ഓർഡർ കൊടുക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ശരീരത്തിന് താപം പുറത്തേക്ക് വിടാൻ വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹാർട്ടിന് ഓർഡർ കൊടുക്കണം. ഹൈപ്പോതലാമസ് കൂടുതൽ പമ്പ് ചെയ്യുക, പുറത്തുള്ള തൊലിപ്പുറത്തുള്ള രക്തക്കുഴലുകൾ വികസിക്കുക എന്നുള്ളത്. അപ്പോൾ രക്തക്കുഴൽ വികസിക്കും, ഹാർട്ട് കൂടുതൽ പമ്പ് ചെയ്യും, മറ്റു ഭാഗത്ത് നിന്ന് രക്തം കൂടുതൽ തൊലിയിലേക്ക് വരും. അപ്പോൾ കൂടുതൽ വിയർപ്പുണ്ടാവും. അങ്ങനെ നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോൾ വിയർപ്പുണ്ടാകുമ്പോൾ അത് ബാഷ്പീകരിക്കാൻ വേണ്ടി ശരീരത്തിന് താപം ആഗിരണം ചെയ്യും. അങ്ങനെയാണ് ശരീരത്തിൻ്റെ താപനില ഉയർന്ന് താപനില നിയന്ത്രിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾക്കറിയാം, സ്വെറ്റ് പോകുമ്പോൾ കൂടുതലായിട്ട് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള പ്രശ്നം ഈ ഹീറ്റ് സ്ട്രോക്കിൻ്റെ ഒക്കെ പ്രശ്നം ഈ വെള്ളത്തിൻ്റെ അളവ് കുറയലാണ്.
അപ്പോൾ പ്രധാനമായിട്ട് ഈ ഉഷ്ണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് അതിൽ ഹീറ്റ് റാഷസ് ഉണ്ടാവും. ഹീറ്റ് റാഷസ് ത്വക്കിലൊക്കെ ഉഷ്ണക്കുരുക്കൾ അല്ലെങ്കിൽ ചൂടുകുരു അതുപോലത്തെ സാധനങ്ങളുണ്ടാവും. രണ്ടാമതുണ്ടാകുന്നത് എന്ന് വെച്ചാൽ ക്രാംപ്സ് ഉണ്ടാവും. കാരണം നമ്മൾ വിയർക്കുന്നു, അപ്പോൾ ലവണങ്ങളും ജലാംശങ്ങളും നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ക്രാംപ്സ് അല്ലെങ്കിൽ മസിൽ പേശി വേദനകളുണ്ടാവും. പിന്നെ ഉണ്ടാകുന്നത് കാലിലൊക്കെ നീരുണ്ടാവും. ഞാൻ പറഞ്ഞു, രക്തക്കൊള്ള വികസിക്കുമ്പോൾ നമ്മൾ കൂടുതൽ നിൽക്കുക ചെയ്യുന്നത്, കൂടുതൽ ഇരിക്കുക ഒക്കെ ചെയ്യാതിരിക്കുമ്പോൾ കാലിൽ നീരുണ്ടാവും. ഹീറ്റ് എഡിമ എന്ന് പറയും. പിന്നെ ഉണ്ടാകുന്നത് ഇങ്ങനെ ഹീറ്റ് എഡിമയൊക്കെ ഉണ്ടാകുമ്പോൾ തലച്ചോറിലൊന്നും വേണ്ട വിധത്തിൽ രക്തഓട്ടം ഉണ്ടാവില്ല. അപ്പോൾ കണ്ണിലിരിട്ടേറും, ചെറുതായിട്ട് BP കുറയും, ഫെയിൻറ്റിങ് ഉണ്ടാവും, ഹീറ്റ് സിങ്കോപ്പ് എന്ന് പറയും. പിന്നെ വേറൊന്ന് പറയുന്നത് കൂടുതൽ വർക്ക് ചെയ്യുകയാണ് ഔട്ട്ഡോർ വെയിലൊക്കെയാണ് ഹീറ്റ് എക്സോസ്റ്റ് എന്ന് പറയും. എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ജലാംശങ്ങൾ പോകും, ലവണങ്ങൾ, സോഡിയം, പൊട്ടാസ്യമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ആൾ ക്ഷീണം ഉണ്ടാകും, ബോധക്കേടുണ്ടാകും. അത് കൂടുതൽ മൂർച്ചിട്ട് 40 ഡിഗ്രി സെൻറ്റിഗ്രേഡൊക്കെ എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത് നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, വേണ്ട വിധത്തിൽ വിയർക്കില്ല. അപ്പോൾ ശരീരം ഡ്രൈ ആയിരിക്കും, വിയർപ്പുണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ബോധക്ഷയമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കോമയിലേക്ക് ഉണ്ടാവും. ഇതിനാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും സാധ്യതകളുണ്ട്. ശ്രീ ഷറഫുദ്ദീൻ, താങ്കൾ ഇപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണല്ലോ. നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഉണ്ടാവാൻ സാധ്യതയുള്ള അസുഖങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കോസ് കാരണം എന്നത് ഈ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ അത് മലിനമായ ജലവും ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആളുകൾ പോകും. അതിപ്പോൾ നമുക്ക് ഈ പ്രകൃതി സ്രോതസ്സുകളിൽ നിന്നുണ്ടാവാം, പുറമേ നിന്ന് നമ്മളിപ്പോൾ കടയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ പ്രശ്നം ഉണ്ടാവാം. അതിനൊരു മോണിറ്ററിങ് സാധ്യമാണോ? അങ്ങനെ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഇത് തദ്ദേശ സ്ഥാപനങ്ങൾ ഹെൽത്ത് വിഭാഗവുമായിട്ട് ചേർന്നിട്ട് കൃത്യമായിട്ട് മോണിറ്ററിങ് നടത്തുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും പിന്നെ ഇപ്പം വ്യാപകമായിട്ട് തെരുവുകളിൽ പിന്നെ കച്ചവടം വരുന്നുണ്ട്. അതൊന്നും കൃത്യമായിട്ട് മോണിറ്ററിങ് പലപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ല. ആ രീതിയിൽ ജനങ്ങൾ ആ രീതിയിൽ ബോധവാന്മാരാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പഞ്ചായത്തിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് കടകൾ ഈ രീതിയിലുള്ള പ്രത്യേക കാലങ്ങളിൽ പരിശോധന നടത്താറുണ്ട്. ഹെൽത്ത് വിഭാഗം പരിശോധന നടത്തും, പഞ്ചായത്ത് ടീമും പരിശോധന നടത്തി ഉറപ്പുവരുത്താനുള്ള സംവിധാനം ഉണ്ടാക്കാറുണ്ട്. മാത്രമല്ല, പഞ്ചായത്ത് ലൈസൻസ് നൽകുമ്പോൾ തന്നെ അവരുടെ കടയിലെ വെള്ളത്തിൻ്റെ പിന്നെ പരിശോധന നടത്തിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പഞ്ചായത്ത് ലൈസൻസ് അനുവദിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഗവൺമെൻറ് ഓർഡർ വന്നിട്ടുണ്ട്, 5.5 ലക്ഷം രൂപ ഈ മാർച്ച് മാസത്തിൽ പഞ്ചായത്തിന് കുടിവെള്ള വിതരണം നടത്താം. അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന 2 മാസങ്ങളിലായിട്ട് 11 ലക്ഷം ചിലവഴിക്കാമെന്ന് പറയുന്നുണ്ട്. മുമ്പും അങ്ങനെ ഉത്തരവ് വന്നിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും നിൽക്കില്ല. അതിലൊന്നും നമ്മുടെ ജലവിതരണം, കുടിവെള്ളം എത്തിക്കാനുള്ള ഫണ്ട് അതിലൊന്നും നിൽക്കില്ല. മുമ്പ് 22 ലക്ഷം ഞങ്ങളുടെ പഞ്ചായത്ത് ചിലവഴിച്ചിരുന്നു. ഗവൺമെൻറ് ഓർഡറുള്ള ഒരു വൈരുദ്ധ്യം എന്താണെന്ന് പറഞ്ഞാൽ 13,000 പോപ്പുലേഷനുള്ള പഞ്ചായത്തുണ്ട് കേരളത്തിൽ. അതുപോലെ തന്നെ 68,000 പോപ്പുലേഷനുള്ള പഞ്ചായത്തുണ്ട് കേരളത്തിൽ. ഗവൺമെൻറ് ഉത്തരവ് എല്ലാ പഞ്ചായത്തിനും 5.5 ലക്ഷം എന്നുള്ളതാണ്. കുറഞ്ഞ ആളുകൾക്ക് വെള്ളം വേണ്ടടുത്ത് മൊത്തം ആ രീതിയിൽ ആ പരിമിതിയിൽ ചിലവഴിക്കാന്നില്ല. പിന്നെ പൊതു സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹ്യ സംഘടനകൾ ഇവരുടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ റവന്യൂ വകുപ്പ് കിയോസ്ക് സ്ഥാപിക്കുന്നുണ്ട്, ജലം എത്തിക്കുമെന്ന് പറയും. പക്ഷേ അത് വേണ്ടത്ര കാര്യക്ഷമല്ല. കിയോസ്ക് സ്ഥാപിക്കും, പഞ്ചായത്തിൽ കുറഞ്ഞ സ്ഥലത്ത് തിരഞ്ഞെടുത്ത് സ്ഥാപിക്കും. അതിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഉണ്ട് എന്ന് പറയും. പക്ഷേ കൃത്യമായിട്ട് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് കുടിവെള്ളം മാത്രമാണ്. മറ്റ് ഉപയോഗങ്ങളൊക്കെ പോട്ടെ, അതിന് മറ്റ് ആശയങ്ങൾ ഉപയോഗിക്കുക. പക്ഷേ കുടിവെള്ളം മാത്രമാണ്. അതിപ്പോഴുള്ള സംവിധാനവും പര്യാപ്തമല്ല. ഡോക്ടർ ദിനേശൻ, ഇപ്പം നമ്മൾക്ക് ഒരു പ്രശ്നം നമ്മൾ കണ്ടത് നമുക്ക് ഈ വേനൽ മഴ വേണ്ടത്ര കിട്ടിയില്ല എന്നുള്ളതാണല്ലോ. അത് കിട്ടേണ്ട സമയം കഴിഞ്ഞു പോയി, ഇനി എന്തായാലും പെയ്യാൻ പോകുന്നില്ല എന്നതാണോ പ്രശ്നം, അതോ ഇനി പെയ്യാനുള്ള സാധ്യതയുണ്ടോ? മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ 400 മില്ലിമീറ്ററിൻ്റെ അടുത്ത് മഴ പെയ്യാൻ സാധ്യതയുള്ളതാണ്. ഓൺ ആൻ ആവറേജ് പെയ്യാം. പക്ഷേ പ്രത്യേക കാലാവസ്ഥാ വ്യതിയാനം കാരണം നമ്മൾ അത്രയും മഴ നമുക്ക് ലഭ്യമാവുമോ എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ ഇനി അത്രയും മഴ ലഭ്യമായിട്ടില്ല എന്ന് വരികിൽ തീർച്ചയായിട്ടും നമ്മൾ രൂക്ഷമായ ഒരു വരൾച്ചയെ അഭിമുഖീകരിക്കേണ്ടി വരും. നോക്കൂ, നമ്മുടെ എൻറ്റയർ സ്റ്റേറ്റ് ഈ പ്രശ്നത്തെ ഒരേപോലെ നേരിടുകയാണോ, അതോ പ്രത്യേകമായ ഭൂവിഭാഗങ്ങൾക്ക് കൂടുതൽ തീവ്രതയുണ്ടോ? യെസ്, കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും, നമ്മൾ പറഞ്ഞ നമ്മുടെ ഏറ്റവും വലിയ മഴ എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് മൺസൂണാണ്. അത് 23% എക്സസ് ആയിരുന്നു കേരളത്തിൽ. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ അത് കുറവായിരുന്നു. ആ സമയത്ത് വേണ്ടത്ര മഴ ലഭിച്ചില്ല. അതേപോലെ തന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ പെയ്യേണ്ട മഴ കാസർഗോഡ് ജില്ലയിൽ 38% കുറവായിരുന്നു. പാലക്കാട് ജില്ലയിൽ 38% കുറവായിരുന്നു. തൃശ്ശൂർ, അതേപോലെ മലപ്പുറം, കോഴിക്കോട് ഇവിടെയൊക്കെ 15% കുറവായിരുന്നു. അപ്പോൾ പല ഭാഗങ്ങളിലും മഴയുടെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഓഗസ്റ്റ് 22 ശേഷം സെപ്റ്റംബർ വരെ തീരെ മഴ ലഭിക്കാത്ത പ്രദേശം. അത് കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ 38%, 37% മഴ ലഭ്യത കുറഞ്ഞ പ്രദേശം. വിൻ്ററിൽ നമ്മൾ പറയും ജാനുവരി, ഫെബ്രുവരി എന്ന് പറഞ്ഞത് നമ്മുടെ വിൻ്റർ സീസണാണ്. ആ സമയത്ത് 2%, അത് ചില 60 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആ മഴ ലഭിച്ചില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയൊരു ഡ്രൈ സ്പെല്ല് വന്നു. കാരണം തീരെ മഴയില്ലാത്ത ഒരു പീരീഡ് വന്നു.
ആ ഒരു പീരീഡ് വന്നുകൊണ്ടാണ് ഭൂഗർഭജല വിതാനം താഴുകയും ഇപ്പോൾ കോഴിക്കോട്ടെ ഡാറ്റ ഞങ്ങൾ പരിശോധിച്ച സമയത്ത് ഉയർന്ന പ്രദേശങ്ങളിൽ ഏകദേശം 1 മീറ്ററോളം നമ്മളെ ഭൂഗർഭജലം സാധാരണ ഉണ്ടാവേണ്ട മാർച്ചിൽ സാധാരണ ഉണ്ടാവേണ്ട ലെവലിലേക്കാണ് താഴ്ന്നു കഴിഞ്ഞു. അതേപോലെ മിഡ്ലാൻഡ് എന്ന് പറയും, നമ്മൾ ഇടനാട് എന്ന് പറയും, ഇടനാടിൽ ഏകദേശം 50 മില്ലിമീറ്ററിൻ്റെ അടുത്ത് താഴ്ന്നിട്ടുണ്ട്. പിന്നെ കോസ്റ്റൽ ഏരിയയിൽ അത് വലിയ വ്യത്യാസം കാണുന്നില്ല. അപ്പോൾ ഇത് കോഴിക്കോട് ജില്ലയിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ 15% മഴ കുറവുള്ളൂ. പക്ഷേ ഇവിടെ തന്നെ 1 മീറ്ററോളം ഭൂഗർഭജലം താഴുക എന്ന് പറയുമ്പോൾ 38% കുറവുള്ള കാസർഗോഡ് ജില്ലയിൽ വളരെയധികം താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലും പാലക്കാട് ജില്ലയിലും എല്ലാം നമ്മളെ നദികളെല്ലാം ശരിക്കും വെള്ളം ഒഴുക്ക് കഴിഞ്ഞു, അതിൻ്റെ ബെഡ് പുറത്തേക്ക് കാണുന്ന തരത്തിലേക്ക് ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞ കഴിഞ്ഞ തവണ വരൾച്ച ഉണ്ടായ സമയത്ത് നമ്മൾ ഈ കൃത്രിമ മഴയെക്കുറിച്ചൊക്കെ വലിയ ആലോചനയും CM തന്നെ അത് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത്തരം കുറച്ചുകൂടി റിസ്കി ആയിട്ടുള്ള സ്റ്റെപ്സിലേക്ക് പോകേണ്ടി വരുമോ ഇനി? പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷം വരൾച്ച ഉണ്ടായ സമയത്ത് നമ്മളതെല്ലാം പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് മഴ കിട്ടി. കഴിഞ്ഞ മെയ് 15 കൂടി മഴ ലഭിച്ചു. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ സമ്മർ റെയിൻസ് ഒരു 400 മില്ലിമീറ്ററോളം മഴ ലഭിക്കേണ്ട സമ്മർ റെയിൻസ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അതിൻ്റെ പകുതിയെങ്കിലും ലഭ്യമായാൽ ഈ പറയുന്ന കൊടും വരൾച്ചയെ നമുക്ക് മറികടക്കാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ വരൾച്ചയെ പറ്റി വലിയ ഡിസ്കഷനൊക്കെ നടത്തി ആ ഡിസ്കഷൻ തീരുന്ന സമയത്തോടുകൂടി മഴ ലഭിക്കുമ്പോൾ പിന്നെ നമ്മൾ പ്രളയത്തെ പറ്റിയായി ചർച്ച. പിന്നെ പ്രളയം അധികം മഴ വേണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വരൾച്ച. അപ്പോൾ ഒരു കോയിൻ്റെ 2 വശമായിട്ട് നമ്മൾ പറയാം, വരൾച്ചയും വെള്ളപ്പൊക്കവും. ഇത് രണ്ടും ഫേസ് ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. അപ്പോൾ നമുക്ക് ലോങ് ടേം മെഷേഴ്സ് വേണം. ശരിക്കും വെള്ളത്തിൻ്റെ വേനൽക്കാലത്ത് നമുക്ക് ജലലഭ്യത വരുത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ വേണം. നമ്മൾ കേരളത്തിൽ പ്രത്യേക ഒരു പരിസ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് നാച്ചുറലായിട്ട് ഭൂഗർഭജല പരിപോഷണം ഉണ്ടായിരുന്നു. ഞാൻ ഭൂഗർഭജല പരിപോഷണത്തിൻ്റെ കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോഴും 70% നമ്മുടെ പോപ്പുലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന കിണറുകളെയാണ്. കിണർ എന്ന് പറയുമ്പോൾ ഭൂഗർഭജലമാണ്. അപ്പോൾ ആ ഭൂഗർഭജലം ഉറപ്പ് വരുത്താനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാവണം. അപ്പം നാച്ചുറലായിട്ട് മുമ്പ് ഭൂഗർഭജല പരിപോഷണം ഉണ്ടായിരുന്ന മേഖല എന്ന് പറയുന്നത് ഒന്ന് വനമേഖലയായിരുന്നു. അപ്പോൾ 1900 കണക്കെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ 50% വനം ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോഴത്തെ കണക്ക് 27% അത് കുറഞ്ഞു. അപ്പോൾ വനമേഖലയിൽ പിടിച്ചു നിർത്തുന്ന വെള്ളമാണ് വേനൽക്കാലത്ത് നമ്മുടെ പുഴയിലും ഭൂഗർഭജലമായിട്ട് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തണ്ണീർത്തടങ്ങൾ, നമ്മൾ പറയും തണ്ണീർത്തടങ്ങളും നെൽവയലുകളും കേരളത്തിൽ ഏകദേശം 8.75 ലാക്സ് ഹെക്ടേഴ്സ് 8.75 ലക്ഷം ഹെക്ടർ നെൽവയലുകൾ 2000 ഉണ്ടായിരുന്നത് 2014 കണക്ക് പ്രകാരം അത് 2 ലക്ഷമായിട്ട് കുറഞ്ഞു. അല്ല, അതിനകത്ത് നമുക്കിപ്പോൾ ഈ നെൽവയലുകളെ എല്ലാ കാലത്തും ഒരേ ഇതിൽ നിർത്താൻ കഴിയുമോ എന്ന് ചോദ്യത്തിനില്ല എന്ന്. കാരണം ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളും കൂടുകയാണ്. അതിനെ നമ്മൾ എങ്ങനെയാണ് അതാണ് നമ്മൾ പറയുന്നത്, ഒരു ട്രേഡ് ഓഫ് ആണത്. കാരണം നമ്മൾ വനത്തിൽ കുറയുന്നു, അപ്പോൾ നാച്ചുറലായിട്ട് വാട്ടർ കൺസർവേഷൻ അവിടെ കുറയുന്നു. നമ്മൾ നെൽവയലുകൾ സംരക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് വീട് വെക്കാനും മറ്റു ആവശ്യങ്ങൾക്കും കുറേ ഭാഗങ്ങളൊക്കെ നികത്തി വരുന്ന സമയത്ത് അതിൽ കുറവ് വരുന്നു. അപ്പോൾ നമുക്ക് ഭൂഗർഭജല പരിപോഷണം നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളം ലഭ്യമാവുന്നില്ല. അപ്പോൾ ഏതാണോ വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് അതിൽ ഒരു തീരുമാനം ജീവിക്കാൻ ആവശ്യം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ബോധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ ബോധവൽക്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന അതോടൊപ്പം തന്നെ സർക്കാരുകൾ ചെയ്യേണ്ടത്, അല്ലെ പഞ്ചായത്തുകൾ ചെയ്യപ്പെടുക. ഇവിടെ തന്നെ അടുത്ത സ്ഥലത്ത് തന്നെ നമ്മുടെ ഈ പഞ്ചായത്ത് തന്നെ നമ്മൾക്ക് കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള ഒരു മലയുണ്ട്. ആ മലയുടെ ഭാഗത്തു നിന്നാണ് മാമ്പുഴ എന്ന് പറഞ്ഞൊരു മാമ്പുഴൻ്റെ നദിയുടെ ഉത്ഭവസ്ഥാനമാണ്. ആ ഉത്ഭവസ്ഥാനം ആ മല നശിക്കുന്നതോടുകൂടി ഇവിടെ ആ ഉത്ഭവസ്ഥാനം ഈ മാമ്പുഴ ആണ് കല്ലായ്പുഴയായിട്ട് വരുന്നത്. ആ മാമ്പുഴയുടെ കല്ലായ്പുഴ വരുന്ന ആ നദിയുടെ ഉത്ഭവസ്ഥാനം ഇവിടെ നശിപ്പിക്കപ്പെട്ടുകൊണ്ട് വൻകിട കാടും കെട്ടിട ഉടമകൾക്കും മറ്റുള്ള ആളുകൾക്കും വേണ്ടി കോർപ്പറേറ്റുകൾക്കും പഞ്ചായത്ത് ഭരണകൂടവും അതേപോലെ തന്നെ മറ്റുള്ള ഭരണകൂടങ്ങളും ഒത്താശ എന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ നിർത്തിയാണ്. ഷിജീഷ്, ഈ കാര്യത്തിൽ 2 പോയിന്റുകളുണ്ട്. ഒന്ന്, നേരത്തെ ശ്രീമതി ലളിതപ്രഭ പറഞ്ഞതുപോലെ സർക്കാരിന് പ്രോജക്റ്റ് ഉണ്ട്, അത് നടപ്പിലാക്കാൻ കഴിയുന്ന വിശാലമായ സമീപനം കോർപ്പറേഷനും പഞ്ചായത്തുകൾക്കുമൊക്കെ ഉണ്ട്. പക്ഷേ ജനങ്ങൾ അതിനെ വേണ്ട തലയ്ക്ക് അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്ന പ്രശ്നമൊന്ന്. മറ്റൊന്ന്, സർക്കാരിന് ഈ വനം സംരക്ഷിക്കുക, നെൽവയൽ സംരക്ഷിക്കുക എന്ന കാര്യത്തിൽ വേണ്ടത്ര ആത്മാർത്ഥതയില്ല എന്ന പ്രശ്നവുമുണ്ട്. വികസനത്തെക്കുറിച്ചാണ് സർക്കാർ എപ്പോഴും വേവലാതിപ്പെടുന്നത്, വയൽ സംരക്ഷണത്തെക്കുറിച്ചും വനസംരക്ഷണത്തെക്കുറിച്ചുമല്ല. അപ്പോൾ ഈ 2 വളരെ കോൺട്രഡിക്ടറി ആയ സാഹചര്യത്തിൽ നടുവിൽ നിൽക്കുകയാണ് നാം. അപ്പോൾ നമുക്കതിനെ മറികടക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും. ഈ കോർപ്പറേഷനിലായാലും പഞ്ചായത്തിലായാലും ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ അപൂർണമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മറുപടി അത് അപൂർണമാണ്, അത് പൂർണ്ണമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയൊക്കെ വരൾച്ച ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വരൾച്ചയല്ല, ഈ കൊല്ലോ കഴിഞ്ഞ കൊല്ലോ തുടങ്ങിയ വരൾച്ചയല്ല.
ഇത് വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്ന വരൾച്ച, അത് കൂടി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് നമ്മുടെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, അതേപോലെ നീർച്ചാലുകളെ സംരക്ഷിക്കുക, നമ്മുടെ കുളങ്ങളെ സംരക്ഷിക്കുക, കുളങ്ങൾ എത്ര എണ്ണം ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് പറ്റിയൊരു ഗവേഷണം നടത്തുക, ഇതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ പറ്റിയൊരു ഗവേഷണം, ഇങ്ങനെയൊന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പഞ്ചായത്തായാലും കോർപ്പറേഷനായാലും നെൽവയലുകൾ നികത്തി അതിൽ വീടുകൾ നിർമ്മിക്കാനുള്ള അനുമതി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള അനുമതി കൊടുക്കുന്നു. ഇതൊക്കെ പഞ്ചായത്തും കോർപ്പറേഷനും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ്റാണ് ഉദ്ദേശിച്ചത്. ഗവൺമെൻറ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് 10 ദിവസം ജീവിക്കാം. ഇത്തരത്തിൽ പോയിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5-8 വർഷം കൂടി സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അല്ലാത്ത അങ്ങനെ നമ്മൾ വീണ്ടും സർക്കാരിന് പ്രശ്നമുണ്ട് എന്നാണ്. ഡോക്ടർ ജയകൃഷ്ണൻ, ഇപ്പോൾ താങ്കൾ ഈ പരിഷത്തിന്റെ പ്രതിനിധിയാണ്. നോക്കൂ, ഈ ഡേറ്റാ ബാങ്കിന്റെ കാര്യത്തിൽ പോലും നമ്മൾ എത്ര വലിയ ലാഗ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. നെൽവേലികൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് പരിമിതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണോ താങ്കൾ, അതോ ആത്മാർത്ഥത ഇല്ല എന്ന് വിചാരിക്കുന്ന ആളാണോ? മറ്റൊന്ന്, ഈ സർക്കാരുകളുടെ ഇനീഷ്യേറ്റീവ് അല്ലാതെ നമുക്കറിയാം, പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം നാട്ടിൻപുറത്തൊക്കെ ആളുകളുടെ ഇപ്പം നമ്മുടെ ജലാശയങ്ങൾ വൃത്തിയാക്കാനോ അല്ലെങ്കിൽ വേനൽക്കാലത്ത് ജലസ്രോതസ്സുകൾ കണ്ടെത്താനൊക്കെ ഒരു സൊസൈറ്റിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇനീഷ്യേറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. അത്തരം സംഘടനകൾ സാധ്യമാകില്ലേ? സാധ്യമാകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, സാധ്യമാകില്ല എന്നും പറയാൻ പറ്റില്ല. കാരണം സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ജനങ്ങൾ മുമ്പ് അങ്ങനെ ഉണ്ടായ ജനങ്ങൾ ഇങ്ങനെ മാറി എന്ന് നമ്മൾ ചിന്തിക്കണം. ആ മാറ്റത്തിൻ്റെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണെങ്കിൽ മിക്കവാറും നമ്മൾക്ക് ഭാവിയിൽ ഇങ്ങനെ സംഘടിക്കാൻ പറ്റും എന്നുള്ള ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. പരിഷത്തിനൊക്കെ ആക്കാത്ത ഇനീഷ്യേറ്റീവ് എടുക്കാം. പക്ഷേ ഇപ്പോഴുള്ള ജനങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് എൻ്റെ കാര്യം മാത്രമാണ്. എൻ്റെ കാര്യം, എൻ്റെ ബാങ്ക് ബാലൻസ്, എൻ്റെ വീട്, അത് വലിപ്പം കാണിച്ചിട്ട് മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളൊരു സ്നോബറിയുടെ ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പൊതുവേ ആരും സമൂഹത്തിനെ കുറിച്ചിട്ടോ പിന്നെ ഇന്നേക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നാളെ എന്താണെന്നുള്ള ചിന്ത നമ്മൾ ഉണ്ടാകുന്നില്ല. ചെയ്യേണ്ടത് നമ്മുടെ ചെറിയ കുട്ടികളെ സ്കൂൾ കരിക്കുലത്തിൽ ഇതുപോലുള്ള വാട്ടർ കൺസർവേഷൻ, വാട്ടർ പ്രിസർവേഷൻ, വാട്ടർ മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് നമ്മൾ ക്രമേണ അത് ആക്ടിവിറ്റിയിലേക്ക് മാറ്റിയിട്ട് സാമൂഹികതലത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് സാധ്യമാവും എന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഭാവിയില്ല നമ്മൾക്ക്. സർക്കാരിൻ്റെ പദ്ധതികൾ എന്നത് ഈ പ്രശ്നമുണ്ടാകുമ്പോൾ നേരിടാനുള്ള അടിയന്തര നടപടികളിലായി ചുരുങ്ങുന്നു എന്ന വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ. വനം സംരക്ഷിക്കുക, നെൽവയലുകൾ സംരക്ഷിക്കുക എന്നതിലൂന്നുന്നില്ല. പകരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ കുടിവെള്ളം കൊണ്ടുവന്ന് എത്തിച്ച് അപ്പോഴത്തെ ജനരോഷം അണയ്ക്കുക എന്നതിലാണോ സർക്കാരിൻ്റെ ഊന്നൽ? സർക്കാരല്ല, നമ്മൾ ജനങ്ങളും എല്ലാവരും അങ്ങനെ മാറിയിട്ടുണ്ട്. ഒരു നീജർക്ക് റിയാക്ഷൻ എന്ന് പറയും. എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ, പ്രളയം ഉണ്ടാകുമ്പോൾ അതിനെ മാനേജ് ചെയ്യുക. ഡോക്ടർ ദിനേശ് പറഞ്ഞ പോലെ അന്നേരം പ്രളയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. അത് കഴിഞ്ഞ് ആ ബുക്കങ്ങ് മാറ്റി വെക്കുക. അടുത്ത് വരൾച്ച വരുമ്പോൾ വരൾച്ചയെക്കുറിച്ച്. അപ്പം അങ്ങനെയാണ് നമ്മൾ സമൂഹം ഒട്ടാകെ മാറണം. സമൂഹത്തിൻ്റെ റിഫ്ലക്ഷനാണോ രാഷ്ട്രീയത്തിലുണ്ടാകുന്നത്. രാഷ്ട്രീയത്തിൻ്റെ ഒരു നേതാക്കന്മാരാണ് അതിൻ്റെ ഭരണത്തിലെത്തുന്നത്. അപ്പോൾ ടോട്ടലി ഒരു സമൂഹം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും അതിലേക്ക് നമ്മൾ അടുത്ത ഇലക്ഷനിലാണ് അതുപോലെ അജണ്ടകൾ മുന്നോട്ട് വെക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആകെ മാറേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ്. രാഷ്ട്രീയ നേതൃത്വം പരിസ്ഥിതി മുഖ്യ അജണ്ടയായി മാറ്റിയില്ലെങ്കിൽ കേരളത്തിന് ഭാവിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മൾ ജനങ്ങൾ അവബോധം ഉണ്ടാവണമെന്ന് ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധി പറഞ്ഞു. ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കാൻ എന്ത് നിലപാടാണ് ഭരണാധികാരികൾ സ്വീകരിക്കപ്പെടുന്നത്? ഒരു ഗ്രാമസഭ വിളിച്ചു ചേർത്താൽ അവിടെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ എത്ര സമയമാണ് ഇവർ ചെലവഴിക്കപ്പെടുന്നത്? പിന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസി പരിമിതിയല്ല, നമ്മളെ ഇച്ഛാശക്തി കാണിക്കുന്നില്ല എന്നുള്ള സത്യാവസ്ഥ. ഇപ്പം തന്നെ വന്നതുണ്ടാ ലൈഫിൻ്റെ ഭാഗമായിട്ട് 10 സെൻറ്റ് ഭൂമി മണ്ണിട്ട് നികത്താണ്. കാരണം 4 ലക്ഷം രൂപയാണ് എനിക്ക് തോന്നുന്നത് ലൈഫിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. ഈ 4 ലക്ഷം കൊണ്ട് വയലിലും 10 സെൻറ്റ് സ്ഥലത്ത് വീട് വെക്കാൻ മണ്ണിട്ട് നികത്താം എന്ന് പറഞ്ഞാൽ ഏത് പാവപ്പെട്ടവനാണ് ആ വയലിൽ മണ്ണിടാൻ പറ്റുക? ഈ പറയുന്നതിനെ പൊള്ളത്തരം നമ്മൾ മനസ്സിലാക്കണേ. ഇത് ഏതെങ്കിലും പാവപ്പെട്ടവന് വേണ്ടിയിട്ടാണോ ഇവർ ചെയ്യുന്നത്? കൃത്യമായി പറയാൻ പറ്റും. സാധാരണക്കാരൻ്റെ മറ പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരൊക്കെ അത് ചെയ്യുമ്പോൾ നമുക്കൊക്കെ വളരെ സങ്കടകരം തോന്നുന്നുണ്ട്. നിങ്ങൾ വയൽ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ, കുന്ന് മാത്രമേ കാണുന്നുള്ളൂ. കേരളത്തിൽ ഏതെങ്കിലും നല്ല മലകൾ ഇപ്പോൾ നിലവിലുണ്ടോ? പ്രളയശേഷമുള്ള വലിയ വരൾച്ചയെ നേരിടുന്നതിൽ നമ്മൾ എത്രത്തോളം സജ്ജരാണ് എന്ന് പരിശോധിക്കുകയാണ് കേരള സമിറ്റ്. ഒരിടവേളയ്ക്ക് പോകുന്നു, മടങ്ങി വരാം. സകല ജലസ്രോതസ്സുകളും വറ്റി വരളുന്ന ഈ വേനൽക്കാലത്തെ കേരളം എങ്ങനെ മറികടക്കും? കേരള സമിറ്റ് ചർച്ച ചെയ്യുന്നു. വീണ്ടും സ്വാഗതം ചർച്ചയിലേക്ക്. ലളിത പ്രഭ, ആ കാര്യത്തിൽ സർക്കാരിന് ഇപ്പോൾ ഈ കുടിവെള്ള പദ്ധതികൾ, കിണർ റീചാർജിങ്, പുഴ സംരക്ഷണം പോലെയുള്ള ഫണ്ടുകളുണ്ട് എങ്കിൽ കൂടിയും ആ ഫണ്ടുകൾ കൊണ്ടൊന്നും മറികടക്കാൻ കഴിയാത്ത വലിയ പ്രകൃതി ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് നമ്മൾ. നമ്മുടെ കയ്യിലുള്ള 1.5 കോടി ഉണ്ടോ?
5-6 ലക്ഷം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതല്ല പ്രശ്നങ്ങൾ. ഇപ്പോൾ കതിരിൽ വളം വെച്ചാൽ തീർക്കാവുന്നവയുമല്ല. അദ്ദേഹം പറയുന്നത് സർക്കാരിന് വയലുകൾ സംരക്ഷിക്കുന്നതിൽ, മലകൾ സംരക്ഷിക്കുന്നതിൽ, പുഴകൾ സംരക്ഷിക്കുന്നതിൽ ഒന്നും ഒരു വിശാല സമീപനമില്ല. നികത്താവുന്നതിൻ്റെ പരമാവധി നികത്താൻ പുതിയ പുതിയ ചട്ടങ്ങളും വകുപ്പുകളും കൊണ്ടുവരികയാണ് സർക്കാർ. അത് നമ്മൾ എങ്ങനെ മറികടക്കും ഈ പ്രശ്നത്തെ? ഹരിത മിഷനൊക്കെ വന്നതിന് ശേഷം ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ, ആ മനോഭാവത്തിലൊക്കെ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഹരിതകാലം ഇപ്പം നമ്മൾ കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, ആക്ട് വന്നു ഈ മാലിന്യ സംസ്കരണത്തിനുള്ള. അതൊക്കെ നമുക്ക് കർശനമായി പാലിക്കാൻ കഴിഞ്ഞാൽ, ആക്ട് വന്നാൽ പാലിക്കാനുള്ള നിയമ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ ഭരണാധികാരികൾ, അതേസമയം അത് നടപ്പിലാക്കേണ്ടത് ജനങ്ങളുമാണ്. അപ്പോൾ ആ ജനങ്ങളുടെ നടപ്പിലാക്കുന്നത് നോക്കാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായും ഭരണാധികാരികൾക്കുണ്ട്. അതേസമയം നമ്മൾ വികസനം മുഴുവൻ മേഡം നടപ്പിലാക്കേണ്ടത് ജനങ്ങളല്ല, നിങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. ജനങ്ങളെ അനുസരിക്കാൻ ബാധിച്ചതാണ്. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. നിങ്ങളെ കോർപ്പറേഷനിലൊക്കെ പ്ലാൻ കൊടുക്കുമല്ലോ, പ്ലാൻ കൊടുക്കുന്ന വീടുകൾ ഇത്ര സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾക്ക് ജലസംഭരണി നിർബന്ധമാണ്, മഴവെള്ള സംഭരണി. തട്ടിപ്പ് നടത്തിക്കൊണ്ടല്ല ഏത് വലിയ വീടുകൾക്കാണ് മഴവെള്ള സംഭരണികൾ നമ്മൾ കോഴിക്കോട് കോർപ്പറേഷനിലോ അല്ല നമ്മളെ പെരുവൽ പഞ്ചായത്തിലോ പരിശോധിക്കുക. ശരി, അതൊരു വ്യവസ്ഥയാക്കാൻ, അതൊരു നിർബന്ധിത വ്യവസ്ഥയാക്കാൻ കഴിയില്ല. അതൊരു നിർബന്ധിത വ്യവസ്ഥയാക്കാൻ കഴിയില്ല. അതല്ല, അതില് ഇപ്പോൾ നമ്മളൊരു പരിസ്ഥിതിന്റെ രാഷ്ട്രീയം ഉയർന്നു വരുന്നുണ്ട്. അത് നമുക്ക് അതല്ലാതെ മുന്നോട്ട് പോകാൻ ഭാവിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും കഴിയുന്നില്ല. ആ രീതിയിലേക്ക് വരുന്നുണ്ട്. അതൊരു മറ്റൊരു വിഷയം. ഞാൻ പറയുന്നത് ഇപ്പോൾ നിലവിലൊരു കെട്ടിട നിർമ്മാണ ചട്ടമുണ്ട്, അതിനനുസരിച്ച് മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങൾ പോകുന്നുള്ളൂ. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രളയത്തോടനുബന്ധിച്ച് അതിനുശേഷം ഗവൺമെൻറ് 12 വിഷയമേഖലകളാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പദ്ധതി തയ്യാറാക്കുന്നതായിട്ടുള്ളത്. 13ാമതൊരു വിഷയമേഖല കൂടി ഉൾപ്പെടുത്തി. അതായത് ജൈവ വൈവിധ്യ പരിപാലനം, കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞ് പക്ഷേ ആ ഒരു പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചെങ്കിലും അതിലേത് രീതിയിലുള്ള പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യാം, എന്തെല്ലാം നടപ്പാക്കാമെന്നുള്ളതിന് കൃത്യമായ ഗൈഡ് ലൈൻ വന്നിട്ടില്ല, വരുന്നു പ്രതീക്ഷ. മറ്റൊരു കാര്യം, തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് 80% പ്രൊജക്റ്റുകൾക്ക് വിവിധ മേഖലകളിലേക്ക് ഫണ്ട് വെക്കണം, നിർബന്ധിതമായിട്ട് വകയിരുത്തണം എന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട്. അവശേഷിക്കുന്ന 20%നും ചില നിർബന്ധമായ ചില പദ്ധതി വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജലസംരക്ഷണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് ഫണ്ട് ഇപ്പോൾ കോർപ്പറേഷനെ പോലെയുള്ള തനത് വരുമാനം കൂടുതലുള്ള സ്ഥാപനങ്ങൾക്ക് സാധിക്കും, അല്ലാ സ്ഥാപനങ്ങൾക്ക് പരിമിതിയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ 10% ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് വെക്കണം, 30% ഉൽപ്പാദനത്തിന് വെക്കണം. ആ രീതിയിൽ ഗവൺമെൻറ് ഗൈഡ് ലൈനിൽ പഞ്ചായത്തുകൾക്ക് നിർബന്ധമായി 10-20% ജലസംരക്ഷണവുമായിട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധിതമാവും. തദ്ദേശ സ്ഥാപനങ്ങൾ പദ്ധതി വെക്കാൻ നിർബന്ധിതമാവും. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഇന്ത്യയിൽ എല്ലാ കെട്ടിടങ്ങൾക്കും മഴവെള്ള സംഭരണി നിർബന്ധമാക്കിയ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഈ പശ്ചാത്തലത്തിൽ, ഈ വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ കേരളം അതിലേക്ക് പോകണം. ഇപ്പോഴുള്ള ഒരു പ്രശ്നം ഈ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് മഴവെള്ള സംഭരണി എന്നുള്ള. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ 150 സ്ക്വയർ മീറ്ററിൽ താഴെയുള്ള വാസയോഗ്യമായ കെട്ടിടങ്ങൾക്ക്, അതുപോലെ തന്നെ അല്ലെങ്കിൽ 8 സെൻറ്റ് താഴെയുള്ള ഭൂമിയിൽ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങൾക്ക് മഴവെള്ള സംഭരണി വേണ്ട. ആ ഒരു ചാൻസ് വെച്ചിട്ടാണ് പലപ്പോഴും ഇത് ഒഴിവാക്കപ്പെടുന്നത്. പിന്നെ ജനകീയ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് മുകളിലുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറപ്പാക്കുന്നുണ്ടോ? ഉറപ്പാക്കുന്നുണ്ട്. പക്ഷേ അത് പറയുന്നതിലൊരു വസ്തുതയുണ്ട്. കാരണം ഈ ബിൽഡിംഗ് പെർമിറ്റ് അനുവദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കെട്ടിടത്തിന് നമ്പർ അനുവദിക്കുന്ന സമയത്താണ് ഉറപ്പാക്കുക. ആ സമയത്ത് ഇവർ സംഭരണി ഉണ്ടാക്കും. ഒരു ഫാൻസി ആയിരിക്കും ചിലപ്പോൾ അത് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല. ആ ഘട്ടത്തിൽ അത് ഉണ്ടാവും. പക്ഷെ ആ രീതിയിലുള്ള ഒരു കൃത്യമായ സംഭവം ഉണ്ടാക്കിയിട്ട് അത് ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വരണം. മോണിറ്റർ ചെയ്യാം. പക്ഷേ നമ്മൾ കെട്ടിടത്തിന് നമ്പർ അനുവദിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് അവർക്ക് ആവശ്യം നമ്പർ കിട്ടലാണ്. പിന്നെ പരിശോധന നടത്താം, അതിലുള്ള സംവിധാനം. പിന്നെ കിണർ റീചാർജിങ്, നമ്മൾ മറ്റ് നിലവാൽ തണ്ണീർത്തടം പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ തണ്ണീർത്തട പുതിയ നിയമത്തിൽ ലൈഫിന് അങ്ങനെ ഇളവില്ല. പക്ഷേ 10 സെൻറ്റിൽ താഴെയുള്ള വാസയോഗ്യമായ കെട്ടിടങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമി, ഡാറ്റാ ബാങ്കിൽ ലൈഫിന് പോലും അനുമതി കൊടുക്കില്ല, ഒരു തർക്കമില്ല. ഡാറ്റാ ബാങ്കിന് പുറമുള്ള വയലുകളിൽ 10 സെൻറ്റിൽ താഴെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകാം എന്നുണ്ട് പുതിയ തണ്ണീർത്തട നിയമത്തിൽ. 5 സെൻറ്റിൽ താഴെ കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾക്ക് 40 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ നൽകാം. വീടുകൾക്കാണെങ്കിൽ 120 ലിമിറ്റ് ഉണ്ട്. പക്ഷേ അതൊക്കെ അത്തരത്തിലുള്ള ഇളവുകൾ ഗവൺമെൻറ് എടുത്തു കളയാൻ തന്നെ വേണ്ടത്. പിന്നെ ജനങ്ങൾ ആവശ്യമാണ്. ഇപ്പം പ്രവണത എന്താ, ജനപ്രതിനിധി എന്നുള്ള ആൾക്ക് എനിക്കറിയാം, മറ്റു പലർക്കും അറിയാം. ജനങ്ങൾ റോഡ് ടാറിങ് ആ ഒരു പ്രവണതയോടൊപ്പം തന്നെ ജനങ്ങൾ വന്ന് ആവശ്യപ്പെടുന്നത് എന്താ, സൈഡിൽ ഐറിഷ് വേണമെന്ന്. ഐറിഷ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഇട്ടിട്ട് സൈഡിലേക്ക് അങ്ങ് ചരിച്ച് ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന സ്ഥിതി. ഇത് ഉള്ള വെള്ളവും അല്പെങ്കിലും റോഡിലൂടെ വെള്ളം തങ്ങി നിൽക്കുന്നില്ല, വീട്ടിൽ നിൽക്കുന്നില്ല, വീട്ടിൽ ടൈലിട്ട് പുറത്തേക്ക് ചാടിക്കും. അത് റോഡിലേക്ക് എത്തുമ്പോൾ റോഡ് അരികിലെങ്കിലും വെള്ളം കുടിക്കുന്ന ഒരു അന്തരീക്ഷമല്ല. ജനങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഒരു പരിസ്ഥിതിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയം എല്ലാ പാർട്ടികളും ആ നിലപാടിലേക്ക് വരുന്നുണ്ട്, പ്രത്യേകിച്ച് യുവജന സംഘടനകൾ. അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു തൊലിപ്പുറമ ചികിത്സയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ വരൾച്ചയ്ക്കാണെങ്കിലും പ്രളയത്തിനാണെങ്കിലും നമ്മൾ എടുക്കുന്ന നടപടികൾ താൽക്കാലിക സംവിധാനങ്ങളാണ്.
അപ്പം സർക്കാരുകൾ ഒരു ഭാഗത്ത് സംരക്ഷിക്കണമെന്ന് പറയും, മറുഭാഗത്ത് സംരക്ഷിക്കാത്ത നിയമങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്കറിയാം, നമുക്ക് ഇവിടെ ജൈവവൈവിധ്യ ആക്ട് എന്ന് പറഞ്ഞിട്ട് വളരെ ശക്തമായ ഒരു ആക്ട് നിലനിൽക്കുന്നു. പക്ഷേ ആ ആക്റ്റും വളരെ കർശനമായി നടപ്പിലാക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇതിലൊക്കെ വെള്ളം ചേർക്കപ്പെടുന്നത് ഈ ജനങ്ങളുടെ നീഡ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ആവശ്യം, ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇതൊക്കെ. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം അവർക്കിങ്ങനെ വഴങ്ങേണ്ടി വരിക, അതാണോ ശരിയായ പ്രശ്നം? കേരളത്തെ ഏറ്റവും കൂടുതൽ ചൂട് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വാഹനങ്ങളുടെ അതിപ്രസരങ്ങളും അതേപോലെ കോൺക്രീറ്റ് കാടുകളും. വനവൽക്കരണമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ കുറച്ച് മരം വെച്ച് പിടിക്കും, അത് തുടർന്ന് നിലനിർത്തി കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ സർക്കാർ തലത്തിലും ഉണ്ടാകുന്നില്ല. പക്ഷെ ഒരുപാട് നമ്മൾ ഇപ്പോൾ വെച്ച, അല്ലെങ്കിൽ ജൂൺ 5 നമ്മളൊക്കെ വെച്ച മരങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ കേരളം മുഴുവൻ കാടായി മാറും. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. കാരണം കേരളത്തിൽ കാർബണിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു, ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം സർക്കാരിന് ഒരു കൃത്യമായ പോളിസി ഇല്ല. നമുക്കറിയാം മാവൂരിൽ തന്നെ ഏകദേശം 250 ഏക്കറോളം കോളിയോറൻസിൻ്റെ കയ്യിൽ സ്ഥലമുണ്ട്, വെറുതെ കിടക്കുകയാണ് സ്ഥലം. പക്ഷെ അത് നിർത്തിക്കൊണ്ടാണ് കിൻഫ്രയ്ക്ക് വേണ്ടിയിട്ട് പൊൻപറക്കുന്ന് ആലോചിക്കുന്നത്. പൊൻപറക്കുന്ന് എന്ന് പറയുന്നത് 16ഓളം ചോലകൾ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സാണ്. അതിൻ്റെ പൊൻപറക്കുന്നിൻ്റെ ഏറ്റവും ഉയരത്തിൽ നമുക്ക് കൈകൊണ്ട് മുക്കിയെടുക്കാം വെള്ളം കിണറുകളിൽ നിന്ന്. അത്രയും ജലസംഭരണമായ ഒരു മലയാണ് കിൻഫ്രയ്ക്ക് വേണ്ടി ആലോചിക്കുന്നത്, കിൻഫ്ര പാർക്കിന് വേണ്ടി ആലോചിക്കുന്നു. അപ്പോൾ അവിടെ 250 ഏക്കർ സർക്കാരിൻ്റെ കയ്യിൽ, സർക്കാർ വെറുതെ കൊടുത്ത സ്ഥലം തന്നെ കിടക്കുന്നു. അപ്പോൾ സർക്കാരിന് തന്നെ ഒരു കൃത്യമായ ഒരു പോളിസി ഇല്ലായ്മ. കാരണം അതിലൊരു പ്രധാനപ്പെട്ട പരിമിതിയാണെന്ന് നോക്കൂ ഷിജീഷ്. എല്ലാവരും താങ്കൾക്ക് ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കാനുണ്ട്, സർക്കാരിൻ്റെ പോളിസി മാറ്ററിനെ വിമർശിക്കാനുണ്ട്, ദീർഘവീക്ഷണമില്ലായ്മ വിമർശിക്കാനുണ്ട്. ജനങ്ങൾ എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണെന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ. അതായത് ജനങ്ങൾ ഇതിൽ അജ്ഞരാണ്, അത് വേറൊരു സത്യമാണ്. പക്ഷേ നമ്മളെന്ത് മനസ്സിലാക്കും, സർക്കാർ ജനങ്ങൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് സർക്കാരിൻ്റെ ജോലി. നമ്മുടെ ഈ കഴിഞ്ഞ ദുരന്തത്തിന് ശേഷവും നമ്മുടെ ജനങ്ങൾ എന്തെങ്കിലും പഠിച്ചാൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ വീടുകൾ നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു നയം ഉണ്ടാക്കുകയും അത് ജനങ്ങളെ പഠിപ്പിക്കുകയും വേണം. അതായത് നമ്മളിപ്പോൾ വീടുകൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ AC ഫിറ്റ് ചെയ്യുന്നു. ഈ AC എന്ത് വമിക്കുന്നു എന്ന കാര്യം ജനങ്ങൾക്ക് അറിയില്ല. പുറത്തെങ്ങനെ ചൂട് കൂടുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ 1 കോടി അതിലധികം വീടുകളും സമുച്ചയങ്ങളും ഉണ്ട്. ഇതിൽ ഇത്രത്തോളം തന്നെ നമ്മുടെ വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങളിൽ നിന്ന് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ അളവ് ഒരുപാട് കൂടുതലാണ്. കഴിഞ്ഞ 60 വർഷത്തിൻ്റെ ശേഷം 30% കാർബൺ ഡൈ ഓക്സൈഡ് ഈ അന്തരീക്ഷത്തിൽ ഉണ്ടായി എന്നതിനെ പറ്റി അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യക്തത മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ ഒരു 10-15 വർഷം കൊണ്ട് ഇനി അത് 30% എന്നത് 60% ഉയരുകയും ആ സമയത്ത് എങ്ങനെ വളർച്ചയെ നേരിടാം എന്നതിനെ പറ്റി നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് തലത്തുനിന്ന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോഴെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുക. അതായത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഭാവിയിലേക്ക്. ഈ നേരത്തെ പറഞ്ഞ 10 സെൻറ്റ് വയലുകൾ നികത്തുന്ന വീട് വെക്കാനാണെങ്കിൽ നമ്മൾ സഹകരിക്കാം. കാരണം പാവപ്പെട്ടവന് ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും. കാരണം അവൻ്റെ ചെറിയ പൈസ കൊണ്ട് ചിലപ്പോൾ അവന് വയലേ കിട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ. ആ സമയത്ത് അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ 10 സെൻറ്റ് വയലുകൾ ഇവൻ തൂർത്ത് കഴിഞ്ഞാൽ അത് കോർപ്പറേറ്റുകൾ വാങ്ങിയിട്ട് അവിടെ വേറെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന ചരിത്രം അവിടെ കാണുന്നത്. അതേപോലെ തന്നെ 1-2 വർഷം വരെ 10-20 സെൻറ്റ് മണ്ണിട്ട് തൂർത്തിട്ട് അതിൽ ബിൽഡിംഗ് ഉണ്ടാക്കും. അതുവരെ പഞ്ചായത്തോ കോർപ്പറേഷനോ അത് അനുമതി കൊടുക്കില്ല. ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവർ അതിന് അനുമതി കൊടുക്കുന്നത് നമ്മളിവിടെ ഇഷ്ടം പോലെ കാണാം. ഈ കുറ്റിക്കാട്ടൂർ, കുന്നമംഗലം, പെരിങ്ങളം ഭാഗങ്ങളിൽ പെരുവയലിൽ വരെ ഞാൻ കാണിച്ചു തരാം. പെരുവയൽ പഞ്ചായത്തിന് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിന് വരെ അനുമതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണല്ലോ, ഈ കൃത്രിമ മഴ പെയ്യ്ക്കുക. താങ്കൾ പറഞ്ഞതുപോലെ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും, ആ പ്ലാനിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ മഴ പെയ്യും എന്നൊരു പ്രതീക്ഷ ഇത്തവണയും നമുക്കുണ്ടാവാം. ഇപ്പം മഴ പെയ്യാൻ വൈകുന്നു, അല്ലെങ്കിൽ നമ്മൾ വലിയ ഈ പറഞ്ഞ ദുരിതത്തിലേക്ക് പോകുന്ന ഘട്ടം വന്നാൽ കൃത്രിമ മഴ ഒരു ഓപ്ഷനാണോ? കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് അത് ശരിക്കും ഒരു ഓപ്ഷൻ എന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ധാരാളം മഴ പെയ്തിട്ടുണ്ട്. നമ്മളൊരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ആവറേജ് 1100 മില്ലിമീറ്ററാണ് ഒരു വർഷം ലഭിക്കുന്നത്. കേരളത്തിൽ 3000 മില്ലിമീറ്റർ. ഈ വർഷം ഇതുവരെ നോക്കുകയാണെങ്കിൽ 2996 ഏകദേശം 3000 മില്ലിമീറ്റർ മഴ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. കാരണം മഴ ലഭിക്കുന്ന സമയത്ത് കൂടുതൽ മഴ ലഭിച്ചു, പിന്നീട് ഡ്രൈ സ്പെല്ല് വന്നു, ആനുപാതികമായി കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ആ ഓപ്ഷൻ അതെങ്ങനെയാണ് ഒരു മേഖലയിൽ മാത്രം പെയ്യുകയാണ്? നമ്മൾ റെയിൻ ക്ലൗഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ റെയിൻ ക്ലൗഡ്സിൽ സോഡിയം അയോഡൈഡ് സ്പ്രേ ചെയ്തിട്ട് അതൊക്കെ തണുപ്പിച്ച് അത് കണ്ടൻസ് ചെയ്തിട്ട് താഴോട്ട് മഴയായിട്ട് പെയ്യുന്നതാണ്. ആ പെയ്യുന്ന മഴ ഈ പറഞ്ഞ പോലെ 48 മണിക്കൂറിനുള്ളിൽ കടലിലേക്ക് ഒഴിച്ചു പോകുന്ന തരത്തിലാവരുത്.
അത് റിസർവോയറിൽ കളക്ട് ചെയ്യുന്ന തരത്തിൽ ആയിരിക്കണം. സർക്കാരിന് വ്യക്തമായ നയവും പോളിസിയൊക്കെ ഉണ്ട്. സർക്കാരിന് നയം ഇല്ലാഞ്ഞിട്ടല്ല. കഴിഞ്ഞ 15-16 രൂക്ഷമായ വരൾച്ച വന്ന സമയത്താണ് ഹരിത കേരളം മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മിഷൻ. ആ മിഷനിൽ മെയിനായിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണമാണ്, ജലമലിനീകരണം തടയുക എന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമായി 2 വർഷമായിട്ടുള്ളത് തുടങ്ങിയിട്ട്. അപ്പോൾ ജലസ്രോതസ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഓരോ ജലസ്രോതസ്സുകളെയും അത് എങ്ങനെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതിൻ്റെ പ്ലാൻ തയ്യാറാക്കി നമ്മളതായുള്ള തനത് ഫണ്ടിൽ നിന്ന് ആ രൂപ ചിലവാക്കിയിട്ട് നന്നാക്കിയെടുക്കുക. ആ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ജനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഇപ്പോൾ ശരിക്ക് ബിൽഡിംഗ് പ്ലാൻ അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രൊവിഷൻ വേണം. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനാണ് ആ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എൻ്റെ ആവശ്യത്തിനാണെന്നുള്ളത് മനസ്സിലാക്കാതെ അത് ലൈസൻസ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് അത് ഒതുങ്ങുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. അതേപോലെ നേരത്തെ പറഞ്ഞു 5 ലക്ഷം രൂപ ഒരു പഞ്ചായത്തിന് കൊടുക്കുന്നുണ്ടെന്ന്. ഈ 5.5 ലക്ഷം രൂപയിൽ വാട്ടർ കൺസർവേഷന് വേണ്ടി പൈസ ചിലവാക്കുന്നില്ല. വെള്ളം ഒരു സ്ഥലത്തു നിന്ന് എടുത്ത് കുടിവെള്ളമായിട്ട് കൊടുക്കുന്നു. അടുത്ത വർഷവും ഇതേപോലെ ആ സ്ഥിതി വരുമ്പോൾ നമ്മൾ ഒരു സർട്ടൺ പെർസെൻറ്റേജ് നേരത്തെ അതും സൂചിപ്പിക്കുകയുണ്ടായി. കാരണം പഞ്ചായത്തിൻ്റെ പദ്ധതി ചെലവുകളിൽ വാട്ടർ കൺസർവേഷനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10% പോലും പൈസ ചിലവാക്കുന്നില്ല. അത് വലിയൊരു ഗുരുതരമായ വീഴ്ചയാണ്. ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കേണ്ട ഒരു മേഖലയായിട്ട് വാട്ടർ കൺസർവേഷനെ കൊണ്ടുവരണം. കാരണം ഓരോ പഞ്ചായത്തിനും ഞങ്ങളുടെ സെൻസസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 20-ലധികം കുളങ്ങൾ ഉണ്ടാവും. ഏത് പഞ്ചായത്ത് എടുത്ത് വലിയ കുളങ്ങൾ, ചെറിയ കുളങ്ങളല്ല പറയുന്നത്, വലിയ കുളങ്ങൾ. ഈ കുളങ്ങളെല്ലാം നശിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആണ് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഹരിത കേരള മിഷനിൽ ഓരോ പഞ്ചായത്തിലും ഓരോ പ്രദേശത്തുള്ള കുളങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ കുളങ്ങളെ സംരക്ഷിച്ച് നിർത്താനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പഞ്ചായത്തുകൾക്ക് നല്ലൊരു റോളുണ്ട് ശരിക്കും. അത് നേരത്തെ ചെയ്യാത്തത് കൊണ്ടും അതേപോലെ പല കുളങ്ങളും നികത്തപ്പെട്ട് കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച വേറൊരു കാര്യം ഉണ്ടായിരുന്നു, കുന്നുകളെ പറ്റി പറഞ്ഞു. നമ്മൾ ഒരു സെൻസസ് നമ്മൾ എടുത്തിരുന്നു. നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിന് വേണ്ടിയിട്ട് ഒളവണ്ണ പഞ്ചായത്തിന് മാത്രം 40 കുന്നുകളാണ് ഇല്ലാതായത്. ഈ അപ്പോൾ എയർപോർട്ട് വേണോ കുന്നുകൾ വേണോ? കുന്നുകളെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് അത് ഭൂഗർഭജല സംഭരണികൾ എന്നാണ് പറയുന്നത്. ഓരോ കുന്നും ഭൂഗർഭജല സംഭരണികളാണ്. ആ ഭൂഗർഭ സംഭരണികൾ ശേഖരിക്കുന്ന മഴവെള്ളമാണ് വേനൽക്കാലമാകുമ്പോൾ അത് പതുക്കെ ഊർന്നിറങ്ങി താഴത്തുള്ള കിണറുകളിലും മറ്റുള്ള ജലാശയങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓരോ ജലസംഭരണിയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഓരോ മലകൾ പോകുമ്പോഴും നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള വരൾച്ചയെ നമ്മൾ മാടി വിളിക്കുക ചെയ്യുന്നത്. ഈ അടുത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നരിയോറക്കുന്നിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ 18 ചോലകളുടെ ഒരു ജലസംഭരണിയായിരുന്നു സാറ് പറഞ്ഞ മാതിരി. ആ ഇന്ന് മാമ്പുഴ ഒഴുകിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെ മുകളിൽ മുഴുവൻ കോൺക്രീറ്റ് സൗധങ്ങൾ ഉയർന്നിരിക്കുകയാണ്. അമ്യൂസർ പാർക്ക് മുതൽക്ക് ആസ്പത്രി മുതൽക്ക് പിന്നെ വില്ലകൾ മുതൽക്ക് എല്ലാം ആയിട്ട് ആ മല നിറഞ്ഞു കഴിഞ്ഞു. ഈ മഴവെള്ളം കുടിക്കാനുള്ള സംവിധാനം നമ്മൾ കുന്നിടിക്കുമ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വയൽ തുറക്കുന്നതുകൊണ്ട് അവിടെയും പോവുകയാണ്. ഈ മലയിൽ നിന്ന് കിട്ടുന്ന മണ്ണ് വയൽ കൊണ്ടു തുറക്കുക. പക്ഷേ അത് നിർത്താൻ സർക്കാരിന് കഴിയില്ലേ? ഞങ്ങൾ നമുക്ക് എയർപോർട്ട് വേണോ കുന്ന് വേണോ എയർപോർട്ട് അത് നേരത്തെയും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അതേമാതിരി കരിപ്പൂര് പറഞ്ഞു. നേരത്തെ പിന്നെ കണ്ണൂർ എയർപോർട്ട് ഇപ്പോൾ ഉള്ളത് അതും ഒരു മലേൻ്റെ മുകളിൽ തന്നെയാണ്. എയർപോർട്ടുകൾ കൂടുതൽ വരണം, വികസനം വരണം എന്നല്ലാതെ നാളത്തെ മനുഷ്യന്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം. ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന ചോദ്യമാണ് വളരെ പ്രസക്തമായ കാര്യം. ഇപ്പോൾ ഡോക്ടർ ജയകൃഷ്ണൻ, നമ്മൾ ഈ പറഞ്ഞു വന്നതിൽ ഭിന്നമായി താങ്കളിപ്പോൾ ആരോഗ്യ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണല്ലോ. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്ന് ആരോഗ്യ പ്രശ്നം തന്നെയാണ്. ഈ ആളുകൾക്ക് സ്വന്തം അവയർനെസ്സിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല എന്ന വിമർശനം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ ആ കാര്യത്തിൽ കാണിക്കേണ്ട സൂക്ഷ്മത എന്താണെന്ന് വിചാരിക്കുന്ന താങ്കൾ? ഈ കടന്നു പോകുന്ന ഘട്ടം, ഈ വേനലിൻ്റെ ഘട്ടം, അടുത്ത മഴ പെയ്യുന്നവരെങ്കിലും ചില കാര്യങ്ങളിൽ നമുക്കൊരു സവിശേഷമായ ശ്രദ്ധയും നിയന്ത്രണവും വേണമെങ്കിൽ അത് എന്തൊക്കെയാണ് പറയാനുള്ള ചെയ്യാനുള്ള കാര്യങ്ങൾ? ഒന്ന് ജനറലായിട്ടുള്ള പൊതുവായിട്ടുള്ള അവയർനെസ് ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യങ്ങൾ, ചില ആൾക്ക് മാത്രമേ ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യലും, അവരെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ കെയർ കൊടുക്കുക. മൂന്നാമത്തെ, ഈ താപനില കൂടിയത് കൊണ്ടുള്ള അസുഖങ്ങൾ സ്പെസിഫിക്കായിട്ട് മാനേജ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകാം. ഔട്ട്ഡോർ നമ്മൾ പിന്നെ പുറമെ ചില റിസ്ക് ഗ്രൂപ്പുകളും ചില പുറത്ത് കെട്ടിടം പണിയെടുക്കുന്നവർ, കൃഷിപ്പണിയെടുക്കുന്നവർ, സൈക്കിളിൽ യാത്ര ചെയ്യുന്നവർ, അങ്ങനെ പുറം ജോലി ചെയ്യുന്നവർ നമ്മളിപ്പോൾ തന്നെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ 11 മണിക്ക് മുമ്പും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം ജോലിയിൽ ഏർപ്പെടുക. കൂടുതലായിട്ടുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റി ഉള്ളവർ 1 മണിക്കൂറിൽ 1 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മിനിമം വേണ്ടത്. അതുപോലെ തന്നെ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, കൂടുതലായിട്ട് കോട്ടൺ വസ്ത്രങ്ങൾ, നമ്മൾ വിയർപ്പ് പോകണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുക, തണൽ മരങ്ങളുള്ള സ്ഥലത്ത് പോയിട്ട് വിശ്രമിക്കുക. പിന്നെ അല്ലാത്ത സമയത്ത് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ ഹാറ്റ്, നമ്മൾ തൊപ്പി ധരിക്കുക, ലൈറ്റ് കളറായിട്ടുള്ള തൊപ്പി ധരിക്കണം. കണ്ണട കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, സൺഗ്ലാസ് ഉപയോഗിക്കാം. അത് 15
കൂടുതൽ അതിന് പ്രതികരണ ശേഷി 15% കൂടുതൽ സൂര്യതാപം ചെറുക്കാനുള്ള ശക്തി വേണം. ഇതൊക്കെയാണ് ഔട്ട്ഡോർ ചെയ്യാനുള്ളത്. ഇൻഡോറിലാണെങ്കിലും അകത്ത് കഴിയുന്നവരാണെങ്കിലും നമ്മൾ ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അകത്താണെങ്കിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ സൂര്യപ്രകാശം അകത്ത് കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. അന്നേരമാണ് അകത്ത് സൂര്യപ്രകാശം കയറിയിട്ട് നമ്മൾ ചൂടാകുന്നത്, മുറി ചൂടാകുന്നത്. പിന്നെ ജനലുകൾ ഉച്ച നേരത്തൊക്കെ തുറന്നു വെക്കുക. കേർട്ടൻസ് നമ്മൾ ലൈറ്റ് കളറിലുള്ള കർട്ടൻസ് ഉപയോഗിക്കണം. ഡാർക്ക് കളറാണെങ്കിൽ കൂടുതൽ ഹീറ്റ് ഉണ്ടാകുക അതിൽ. അതിൽ അകത്തുള്ള ലൈറ്റുകൾ പകൽ സമയത്ത് ലൈറ്റുകൾ അണച്ചു വെക്കുക അകത്തുള്ളവർ. അപ്പോൾ ഫാൻ നേരെ താഴെ ഇരിക്കാൻ പാടില്ല, കൂടുതൽ ചൂടുണ്ടെങ്കിൽ മാറിയിരിക്കുക. ഡയറക്റ്റ് കാറ്റ് ഒഴിവാക്കണം. ഇതാണ് ഇൻഡോർ ചെയ്യാനുള്ളത്. പിന്നെ ചെയ്യണം, എല്ലാവർക്കും ഒരുപോലെ ഇത് ബാധിക്കില്ല അസുഖങ്ങൾ വന്നാൽ. ഒന്ന് എക്സ്ട്രീംസ് ഓഫ് ഏജ്, 5 വയസ്സ് താഴെയുള്ള കുട്ടികൾ, വൃദ്ധരായിട്ടുള്ള 70 വയസ്സിന് മുകളിലുള്ള ആൾ, പിന്നെ ഹാർട്ട് പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ട് ബാധിക്കണം. കിഡ്നി രോഗികളെ കൂടുതൽ ബാധിക്കുന്നുണ്ടാവും. ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ അസുഖങ്ങളോടെ ഇത് കൂടുതലായിട്ട് ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളെയും മാനസിക രോഗികളെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇങ്ങനെയുള്ളവരെ പിന്നെ ചില മരുന്നുകൾ കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടി വരും. ഇങ്ങനെയുള്ളവരും കൂടുതൽ കെയർ എടുത്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇത്തരക്കാർക്ക് പ്രത്യേകമായ ശ്രദ്ധ വേണമെന്നാണ്. ഷറഫുദ്ദീൻ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നിങ്ങളൊരു പഞ്ചായത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ കൂടിയാണല്ലോ. കാർഷിക മേഖലയും സീരിയസ് ആയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ടോ? ഇപ്പം നമുക്ക് വയനാട്ടിലേക്കായിരുന്നു നോക്കുകയാണെങ്കിൽ വലിയ ചൂടായിട്ട് കാർഷിക മേഖല വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ മലബാർ മേഖലയിലെ പൊതുവായൊരു സ്വഭാവം എങ്ങനെയാണ്? പ്രളയകാലത്ത് നമുക്ക് വലിയ നഷ്ടമുണ്ടായിരുന്നു. സമാനമായ സാഹചര്യം ഇപ്പോഴും ഈ വേനൽക്കാലത്തുണ്ടോ? ആ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, അതിൽ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വരൾച്ച കാലത്ത് നമ്മൾ ചെയ്തു കൊടുക്കുക കുടിവെള്ളത്തിന് മാത്രമാണ് പ്രാധാന്യം നൽകുക. കാർഷിക മേഖലയിലേക്കുള്ള വെള്ളം ഉപയോഗിക്കാൻ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കില്ല, നിർമ്മാണ പ്രവർത്തനമൊന്നും നടക്കില്ല. അപ്പോൾ കുടിവെള്ളത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ഈ ജലം എത്തിക്കാൻ നമുക്ക് പ്രയാസപ്പെടും. അതിനുള്ളൊരു പരിഹാരമാർഗം നമുക്ക് പുതിയ പിന്നെ VCBകളും തടയണകൾ പല ഭാഗത്തും പിന്നെ ജലാശയങ്ങൾ തടയണ നിർമ്മിച്ചുകൊണ്ട് വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ ജലാശയങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് വലിയ പദ്ധതി. അതിന് വേണം. അതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വന്തമായിട്ട് അത്തരത്തിലുള്ള പദ്ധതി ഏറ്റെടുക്കാൻ സാധ്യമല്ല. അത്തരത്തെ ഫണ്ടിൻ്റെ പരിമിതി ഉണ്ടാവും. വലിയ പ്രൊജക്റ്റുകൾ നമുക്ക് ചാലിയാർ പുഴ തൊട്ടടുത്തുണ്ട്. ഓരോ പ്രദേശത്തും പുഴകൾ കേരളത്തിൽ സമ്പന്നമാണ്. ആ പുഴകളിൽ നിന്ന് കാർഷിക ഇടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പിന്നെ റെഗുലേറ്റർ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക മാത്രമേ അതിന് പരിഹാരമുള്ളൂ. അല്ലാത്ത രീതിയിൽ നമുക്ക് കുടിവെള്ളം എത്തിക്കുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കൽ വളരെ പരിമിതാവസ്ഥയുണ്ട്. ലളിത പ്രഭ, നോക്കൂ, അടുത്ത മഴ പെയ്തേക്കാം ഉടനെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ. ജൂണിൽ മഴ പെയ്യുന്നതാണ് നോർമലി നമ്മുടെ വിചാരം. അതിന് മുമ്പ് പെയ്യുന്നെങ്കിൽ നല്ലത് അത്രയും പെയ്യട്ടെ. പെയ്താൽ നമുക്ക് വെള്ളം ആവശ്യമുണ്ട്, അത് സംഭരിക്കാനുള്ള അത്യാവശ്യവുമുണ്ട്. അത് സംഭരിക്കുന്നതിന് എന്ത് പദ്ധതിയുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഇനി പെയ്യാൻ പോകുന്ന ഒരു വലിയ മഴ പെയ്തു എന്ന് കരുതുക. പ്രളയസമാനമായ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്നും പ്രസക്തമാണല്ലോ. കടന്നുപോയ വഴികളിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പാഠം പഠിച്ചിട്ടുണ്ട്? എന്തൊക്കെ മുൻകരുതലുകളുണ്ട്? നമ്മൾ കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൊഴിലാളികൾ അവരിപ്പോൾ 6 മണി മുതൽക്ക് 11 മണി വരെ വർക്ക് ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഖരമാലിന്യ കുടുംബശ്രീക്കാരെ അടക്കം അവരെ സമയം ക്രമീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ കോർപ്പറേഷൻ നൽകുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ നല്ല പ്രാധാന്യം കൊടുക്കുന്നതാണ് ഇത്തരം ജലാശയങ്ങൾ സംരക്ഷിക്കാനും അതുപോലെ തന്നെ കിണർ റീചാർജിങ്ങിനൊക്കെ നല്ല ഹരിത മിഷൻ്റെ അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ നല്ല ഫണ്ട് അതിന് ഞങ്ങൾ വെക്കുന്നുണ്ട്. ഇപ്രാവശ്യം വേണ്ടത്ര, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വേണ്ടത്ര ജനങ്ങളിൽ അതിനത്ര പ്രതികരണം ഉണ്ടായിട്ടില്ല, അത് വസ്തുതയാണ്. എങ്കിൽ പോലും ഞങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്ത് വീണ്ടും അത് തന്നെയാണ് വെക്കുന്നത്. നമുക്ക് തോന്നുന്നു ഇപ്പോഴെന്തായാലും മുമ്പത്തെ സാഹചര്യത്തിൽ മാറിയിട്ടുണ്ട് തന്നെയാണ് ഒരു അതിൻ്റെ ഒരു അനുഭവസ്ഥ എന്ന നിലക്ക് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ അടിച്ചേൽപ്പിക്കണം. ജനങ്ങൾക്ക് കുറെ കൂടെ ബോധ്യം വരുന്ന സ്ഥിതിയിൽ എന്താ വെച്ചാൽ ബോധ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ നമ്മളെ വാർഡ് സഭകളിലും ഒക്കെ തന്നെ മുമ്പത്തെക്കാളും ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. മുമ്പൊക്കെ അതൊരു വെറും ഒരു ചടങ്ങായി മാത്രം മാറിയിരുന്ന ഇപ്പം നമ്മളെ കോർപ്പറേഷൻ സംബന്ധിച്ച അതൊരു അനുഭവം തന്നെയാണ്. എല്ലാ വാർഡ് സഭകളിലും ഇഷ്ടംപോലെ ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളെ വേറെ ആക്കലും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പം എനിക്ക് ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത്. ഇത് വീണ്ടും നമ്മൾ ഫണ്ട് വെച്ചുകൊണ്ട് ജനങ്ങളെ നമ്മുടെ ഉത്തരവാദിത്വം ഫണ്ട് വെക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഫണ്ട് വെച്ചിട്ട് നമ്മളെ അവരെ അവെയറായിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും തന്നെയാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ് നല്ല പ്രചരണ പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പം 3 മിഷൻ എന്നൊക്കെ പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെതായ ഇനീഷ്യേറ്റീവ് അതിലുണ്ട്. നമ്മൾ കോർപ്പറേഷനൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട് നന്നായിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് നയം ഇതൊക്കെ പറഞ്ഞല്ലോ, ഗവൺമെൻറ് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചോ ഗവൺമെൻറ് നയമല്ല അല്ല, ഗവൺമെന്റ് വ്യക്തമായ നയമുണ്ട്. ഇപ്പൊ നമ്മൾ സംശയമില്ല. പക്ഷെ അത് അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. ഫണ്ട് വെച്ച് നമ്മളെ ജനങ്ങൾക്ക് അത് ബോധ്യമാക്കി കൊടുക്കുക തന്നെയാണ് വേണ്ടത്. കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പം വെച്ച ഫണ്ട് വേണ്ടത്ര പ്രതികരണം ഉണ്ടായിട്ടില്ല തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പ്രളയമായാലും വരൾച്ചയായാലും പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിന് നമുക്ക് അപ്പോഴത്തേക്ക് മാത്രമുള്ള നടപടികൾ പോരാ. ദീർഘകാല സ്വഭാവമുള്ള ഇടപെടലുകളും പദ്ധതികളും അതിനാവശ്യമാണ്.
പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിൽ മാത്രം ഏൽപ്പിക്കുകയല്ല വേണ്ടത്. കാലാവസ്ഥാ മാറ്റത്തെയും പ്രകൃതിയുടെ മാറ്റത്തെയും തിരിച്ചറിഞ്ഞ് ഇടപെടാൻ ഓരോ മനുഷ്യനും തയ്യാറാകുന്ന ഇടത്താണ് ഇതിനെ നമുക്ക് വിജയകരമായി മറികടക്കാൻ സാധിക്കുക. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കാം, ആഗ്രഹിക്കാം. കേരള സമിറ്റ് ഇന്ന് പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.